ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമ്മുടെ ദില്ലി സ്ഫോടനം കഴിഞ്ഞു. ആ ദില്ലി സ്ഫോടനത്തിന് ശേഷം രാജ്യത്ത് വമ്പൻ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും ഇവർ രണ്ടുപേരും റഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ വേറൊരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ പറഞ്ഞു പോവാം. ഇപ്പോൾ അജിത് ഡോവലിന്റെ ഒരു വീഡിയോ വളരെയധികം വൈറലായിട്ടുണ്ട്, ബിജുചേട്ടൻ കണ്ടു കാണും. അതായത് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദത്തെ എതിർക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സുഡാപ്പികൾ വളരെ വലിയ രീതിയിൽ ഈ ഒരു വിഷ്വൽ പ്രചരിപ്പിക്കുന്നു. 2014 മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ വിഷ്വലാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ, എന്നിട്ട് ഇതിൽ തന്നെ ഈ ഇസ്ലാമിക ഭീകരവാദത്തിൽ 80% മുസ്ലിങ്ങളും 20% മറ്റു മതസ്ഥരുമാണെന്ന് പറഞ്ഞതിൽ 20% മറ്റു മതസ്ഥരാണ് ഈ ഭീകരവാദത്തിലുള്ളത് എന്നുള്ള വലിയ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ജയശങ്കറും ഡോവലും റഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. റഷ്യയിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, പുടിൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളിത് ജനുവരി മുതലേ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പുടിൻ ഈ വർഷം അവസാനം ഡിസംബറോടുകൂടി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഈ പുടിന്റെ മറ്റ് കാര്യപരിപാടികൾ നിർണ്ണയിക്കാനാണ് ഇവർ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി പറയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. അതിനല്ല പോയിരിക്കുന്നത്. അവർ പോയിരിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്. ഇതിനകത്ത് ഒരുപാട് നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നു. ഇപ്പോ അതിൽ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൈന എപ്പോഴും നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം ചൈനയോട് അടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടാറുണ്ട് ചൈനയുമായിട്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പാക് നാവികസേനയ്ക്ക് ചൈന അന്തർവാഹിനി കൊടുക്കുന്നുണ്ട്, യാന്ത്ര അന്തർവാഹിനി, അങ്ങനെ ഒരു അന്തർവാഹിനി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അന്തർവാഹിനി പ്രതീക്ഷിച്ചാണ് ഇപ്പോ പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ നാവികസേന മേധാവി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്കറിയാം, നമ്മൾ അതൊക്കെ നേരത്തെ അറിഞ്ഞതാണ്, ആ സിഗ്നലൊക്കെ നമുക്ക് നേരത്തെ ലഭിച്ചതാണ്. അപ്പൊ അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ഭയപ്പെടുന്ന ടീമൊന്നും അല്ല നമ്മൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചൈന അവർക്ക് ഈ അന്തർവാഹിനി കൊടുക്കുന്നു, എന്നാൽ ഇന്ത്യ ചൈനയുടെ സുഹൃത്തുമാണ്. റഷ്യയും ചൈനയും ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു മധ്യസ്ഥൻ പോലെ റഷ്യയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റഷ്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യക്ക് ഒരു വമ്പൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ആയുധം വേണമെങ്കിലും ഞങ്ങൾ തരാം, അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്, വിത്ത് സോഴ്സ് കോഡ്. കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയെ ലോകമാധ്യമങ്ങൾ വലുതാക്കി, അവരുടെ ഹെഡ്സ് തന്നെ ഇതായിരുന്നു, വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ടായിരുന്നു ഇത്. എന്താ ഈ ചൈനയുടെ യാന്ത്ര അന്തർവാഹിനി അങ്ങോട്ട് പോകുന്ന ഈ ഒരു വാർത്തയുടെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയാണ്, നിങ്ങൾക്ക് എന്തും തരാം. അപ്പൊ അതിപ്പോ ബോംബർ ആയിക്കൊള്ളട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഈ എന്തും തരാം എന്നുള്ള ഈ വിഷയം ലോകരാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, പാകിസ്ഥാനെ പ്രത്യേകിച്ച് ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ നേതാക്കന്മാരൊക്കെ ഞങ്ങൾ നാട് വിട്ടു പോവേണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ അവിടെ ഇറക്കുന്നത്. അപ്പോ ഈ എന്താ പറയാ, ഈ ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒരു സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. ചൈന വേറൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഏത് നിമിഷവും അങ്ങോട്ടൊരു അധിനിവേശം ഉണ്ടാകാം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും റഷ്യയിലേക്ക് പോകുന്നു, പല ചർച്ചകളും നടത്താനായിട്ട്. എന്തായാലും വലിയൊരു പ്ലാൻ ഇതിനകത്തെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ പുടിൻ ഡിസംബറിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പേ എന്ത് മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മൊത്തത്തിൽ, യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് നമ്മുടെ ശത്രു രാജ്യം, അങ്ങോട്ടേക്ക് 2.0 നമ്മൾ നടത്തും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഈ യാത്രയെ പല ആൾക്കാരും വിശേഷിപ്പിക്കുന്നത്. എന്ത് മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവരുടെ മനസ്സിൽ? അത് തന്നെ നമുക്ക് അജിത് ഡോവലിന്റെ വീഡിയോയിൽ നിന്നും തുടങ്ങാം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് നമുക്ക് ഈ വീഡിയോകളെ ചിത്രങ്ങൾ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഇന്ന് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുന്നതിൽ ഏതാണ്ട് ഒരു 40 മുതൽ 50% ഫോട്ടോകളും AI ഫോട്ടോകളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമം ഒരു വാർത്ത ചെയ്തിരുന്നു. ഒരു സ്ത്രീയുടെ പടം, അവർ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോകുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഹായ്, ഞാൻ ഉറങ്ങുകയാണ്, ഏകയായി ഉറങ്ങുകയാണോ, അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 15,000 പേരാണ് അതിൽ ലൈക്ക് ചെയ്തത്, ആയിരക്കണക്കിന് പേർ കമന്റ് ഇട്ടു. അത് കൂടാതെ ചില ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൂടെ ഞാൻ ഒറ്റയ്ക്കാണ്, കൂട്ടിന് വരുമോ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റുകൾ വരാറുണ്ട്. അതല്ല, വളരെ സുന്ദരികളാണ് അതിന് താഴെയൊക്കെ നമ്പരുമായി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ട് കമന്റ് ഇടുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. അതായത് ഇതിനകത്തെ സംഭവം എന്ന് വെച്ചാൽ AI ഏതാണ്, ഒറിജിനൽ ഏതാണ് തിരിച്ചറിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഒരു വിപത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 വർഷം മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ നൃത്തം ചെയ്യുന്നൊരു വീഡിയോ എൻ്റെ കയ്യിലും കിട്ടി എന്ന്. അതിനൊരു കാര്യമുണ്ട്.
ഗുജറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് ഗർഭ ഡാൻസ്. അവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിച്ച വെക്കുന്ന നവരാത്രി നാളുകളിൽ ഈ ഗർഭ ഡാൻസ് വേദികളിൽ കൊണ്ടുപോയി ഈ ഡാൻസിന്റെ ചുവടുകൾ പഠിപ്പിക്കുകയും ചെയ്യും. നരേന്ദ്രമോദി ഗുജറാത്തുകാരനാണ്, ഗുജറാത്തിൽ ജനിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിലും എന്റെ കുട്ടിക്കാലത്ത് പോലും ഞാനത് കളിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ എനിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് AI നാം കരുതിയിരിക്കണം. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. അതായത് പ്രസംഗങ്ങൾ പോലും, ഞാൻ ഇന്നലെ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ ഉണ്ട്, ഇപ്പൊ ഈ അടുത്തൊരു നോവലിസ്റ്റ് ഗസയിലെ കുഞ്ഞുങ്ങളുടെ പേര് വായിച്ച് കരയുന്നൊരു വീഡിയോ. അതിനെ വളരെ ഭംഗിയായിട്ട് ഒരാള് എഡിറ്റ് ചെയ്തിരിക്കുന്നു. ആരോ അതിനകത്ത് വളരെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറിജിനലായിട്ട് കരയുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ ഭംഗിയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യമല്ല അതിൽ പറയുന്നത്, ഇവരുടെ വോയിസിൽ തന്നെ വളരെ ഇതായിട്ടാണ്, ഇവരെ കളിയാക്കിക്കൊണ്ടാണ് ആ വീഡിയോ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഫേക്ക് വീഡിയോ ഒരു പുതുമയുള്ള സാധനമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ആയാലും ചിത്രങ്ങളായാലും ഒക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഒരു വലിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ തകർന്നതിന്റെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കിയത് ആ വീഡിയോ അപ്പൊ ഫേക്ക് ആണല്ലേ? ആകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അല്ല, ഞാനിപ്പോ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ NSA അജിത് ഡോവൽ ഫോൾസ്ലി ക്ലെയിംസ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം വൈറൽ വീഡിയോ ആർ ഫേക്ക് എന്ന് പറയുന്ന ഒരു, അതായത് ആ വീഡിയോ ഫേക്ക് അല്ല, അജിത് ഡോവലാണ് ഫേക്ക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് പല മാധ്യമങ്ങൾ പറയുന്നു, വേറെ മാധ്യമങ്ങൾ പറയുന്നു. അതേസമയം മറ്റു മാധ്യമങ്ങൾ അജിത് ഡോവലിന്റെ ഡീപ് ഫേക്ക് ആണെന്ന് വേറെ, ഇതിൽ തന്നെ ഒരു തർക്കം നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫേക്ക് ആണെന്ന് ഒരു മാധ്യമങ്ങൾ പറയുന്നു. അത് തന്നെയല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഏതെങ്കിലും കാണുമ്പോഴത്തേക്കും കാള പറ്റുന്ന കയറെടുക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ 2 വിഭാഗം മാധ്യമങ്ങൾ തർക്കം തുടങ്ങിയില്ലേ? എന്തുകൊണ്ടാണ് തർക്കം തുടങ്ങിയത്? കാരണം ഇതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല ഇതിലെന്താണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളതാണ് നമുക്കറിയാം. ഈ അജിത് ഡോവലൊന്നും വന്നിട്ട് പത്രസമ്മേളനം നടത്തി, പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ എപ്പോഴെപ്പോഴും വന്ന ആളുകൾ പത്രസമ്മേളനം നടത്തുന്ന ഒരു വ്യക്തിയല്ല. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത്? ചിലപ്പോൾ അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ അദ്ദേഹം പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി അവിടെ പറയുമായിരിക്കില്ല, എന്തായാലും അതിന്റെ ഇതൊന്നും അറിയില്ല. ഏതായാലും അതിന് നമുക്ക് ഇനിയിപ്പോ അതിന്റെ ഒരു ക്ലാരിറ്റി അറിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു ചർച്ച വെക്കാം, ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ തന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഫാക്ട് ചെക്ക് വരും, സ്വാഭാവികമായി തന്നെ പല ഫാക്ട് ചെക്ക് വരും. അല്പം വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വന്ന ഒരു കാര്യം അതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കാരണം ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളും ഈ ഫേക്ക് വീഡിയോകളും ഇറക്കുന്നതിൽ നമ്പർ 1 ആണ് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഇറക്കുന്നത്. ഗസയില് AI ക്രിയേറ്റ് ചെയ്തൊരു കുഞ്ഞിന്റെ പടം വെച്ചിട്ട് കോടികളാണ് അവര് പിരിച്ചോണ്ടിരുന്നത് കുറെ നാള്. ഈ മുഖത്തൊക്കെ പെല്ലറ്റ് പറഞ്ഞു കയറിയ ഒരു കുഞ്ഞിന്റെ പടം. പിന്നീടാണ് ആരോ കുത്തിയിരുന്ന് ശരിയാക്കി കഴിഞ്ഞപ്പം ഇത് ഫേക്കാണ് എന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ പല തരത്തിലും കാണിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. S ജയശങ്കറും അജിത് ഡോവലും കൂടി ഒരു അപ്രതീക്ഷിത നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. റഷ്യയിലേക്ക് എത്തുന്നു. അവിടെ ദിമിത്രോവുമായി ചർച്ച നടത്തുന്നു. അവരുടെ വിദേശകാര്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തുന്നു. ഡോവൽ എവിടെ ചർച്ച നടത്തുന്നില്ല, ഡോവൽ അവിടെ എത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. S ജയശങ്കറുമായിട്ട് എത്തി എന്നുള്ളത് ഒരു സത്യമാണത്. അതിനുശേഷം ഇത് ശരിക്കും പറഞ്ഞ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് പുടിൻ ഡിസംബർ 5, 6 തീയതികളിലോ മറ്റോ ഇവിടെ എത്തുന്നുണ്ട്. 3 ദിവസത്തെ സന്ദർശനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെ ഒപ്പുവെക്കണം, അതിൻ്റെയൊക്കെ ഒരു ഫൈനലൈസ് ചെയ്യാനും അജണ്ടകൾ എന്തൊക്കെയാണ് എന്ന് ഫൈനലൈസ് ചെയ്യാനുമാണ് പോയത് എന്നുള്ളതാണ് ഒഫീഷ്യൽ. പക്ഷെ റഷ്യൻ മാധ്യമങ്ങൾ സ്പുട്നിക് അടക്കം അവർ പറയുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഇന്ത്യ അവിടെ എത്തിയത് വേറെ ചില നീക്കങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിന്റെ ഒരു ഫൈനലൈസ് കൂടെ ചെയ്യാനാണ് എന്നാണ് പറയുന്നത്. അത് ഒന്ന്, പുടിൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 2021-ലാണ് 21-ലോ 19-ലോ ആണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ 2ാമത്തെ വരവാണിത്. അപ്പം എത്തുമ്പോഴേക്കും ഒരു വമ്പൻ ആയുധ ഡീലാണ്. റഷ്യ നമ്മളുടെ എക്കാലത്തെ ഏറ്റവും വലിയ ആയുധ പങ്കാളിയാണ്. ഓയിൽ പങ്കാളിയല്ല, ക്രൂഡ് ഓയിൽ പങ്കാളിയല്ല. ക്രൂഡ് ഓയിലും അവരുടെ നിന്ന് വില കുറച്ച് തന്നപ്പോൾ നമ്മൾ 2022 മുതൽ വാങ്ങിയെന്നേ ഉള്ളൂ. അല്ലാതെ പണ്ടോടെ വാങ്ങുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നില്ല. ഈ ആയുധം നമ്മുടെ 63% ആയുധവും റഷ്യയുടെയാണ്. ഇപ്പോൾ റഷ്യ ഇന്ത്യയുമായി ഒരു വലിയ ഡീല് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ S-57 വിമാനം ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഡീല് വെച്ചിരിക്കുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങളടക്കം ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ശതമാനം സംബന്ധിച്ച്, അതായത് ഈ സാമ്പത്തിക ശതമാനം സംബന്ധിച്ചൊരു ഫൈനലൈസ് തീരുമാനത്തിനും കൂടിയാണ് ജയശങ്കർ അവിടെ എത്തിയതെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ഇത് 3ാമത്തെ തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ, അതായത് 3ാമത്
ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ രാജ്യത്തിന് ഇന്ത്യ വഴി നൽകുക എന്നുള്ളതാണ്. കാരണം റഷ്യ ഉപരോധം പല കാര്യങ്ങളും നേരിടുന്ന ഒരു രാജ്യമാണ്, അവരുടെ ട്രാൻസാക്ഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ്. അപ്പൊ ഇന്ത്യ വഴി അത് കച്ചവടം ചെയ്യുക. കാരണം ഇപ്പോഴെല്ലാവരും ആ ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഇസ്രായേലും ചെയ്യുന്ന കാര്യം അതാ. ഇസ്രായേലിന്റെ ആയുധ കമ്പനികളൊക്കെ ഇന്ത്യയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ലോഞ്ച് ചെയ്യുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്ത്യ നിർമ്മിച്ചിട്ട് ഇന്ത്യ അത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കും. കാരണം അവരുടെ കയ്യിൽ നിന്ന്, ഇപ്പം ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിന്റെ ആയുധം വാങ്ങാൻ മടിയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം മാനവികത, മനുഷ്യത്വം ഒക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇസ്രായേലിൽ നിന്ന് മേടിച്ചൊന്നും വരില്ല. പക്ഷെ ഇന്ത്യ വഴി അത് വിറ്റ് കഴിയുമ്പോൾ വാങ്ങും. ഇന്ത്യ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ പേര് ചിലപ്പം മാറ്റിയെന്ന് വരാം, അതിന് വേറെ എന്തെങ്കിലും ഒരു പേര് ഇട്ട് കൊടുത്ത് വരും. ഇത് തന്നെയാണ് റഷ്യയിൽ നിന്നും നമ്മളിപ്പോൾ ഈ ഒരു ഡീലിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു. അമേരിക്കയുടെ F-35 ആ വിമാനം നമ്മൾ വാങ്ങുന്നില്ല എന്നൊരു തീരുമാനം കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. F-57 കിട്ടുമ്പോൾ പിന്നെ F-35 കൂടെ മേടിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വലിയൊരു ആയുധ ഇറക്കുമതിയുടെ ഡീലിന് കരാർ ഒപ്പുവെച്ചു, ഒടുവിൽ ട്രംപ് സമ്മതിച്ചു എന്നുള്ളത്. സംഭവം അതല്ല. ഇതാണ് ഞാൻ പറയുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് പലരും നൽകുന്നത്. അത് പഴയ കരാറാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആയുധ ഇറക്കുമതി കരാറ് മുൻപ് തൊട്ടേ നിലവിലുള്ളതാണ്. ഈ ആയുധ ഇറക്കുമതി കരാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് 10 ഏത്തക്കാപ്പം വാങ്ങുന്ന കണക്കല്ല, പൈസ കൊടുക്കുന്നു, പൊതിഞ്ഞു തരും അവൻ. അതും കൊണ്ട് വീട്ടിൽ വരുന്ന പോലെ അല്ല ത്തിന്റെ കച്ചവടങ്ങൾ നടക്കുന്നത്. കാരണം നമ്മൾ ഇതിന്റെ ഒരു 100 വിമാനങ്ങൾക്കാണ് ഓർഡർ കൊടുത്തെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഡീലിങ്സും കരാറും ഒപ്പിട്ടതിന് ശേഷം അതിന്റെ നിർമ്മാണം ആരംഭിച്ച് അതിന്റെ ആദ്യത്തെ ഒരു കുറച്ച് വിമാനങ്ങളിൽ നിന്ന് പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് തരുന്നത്. അപ്പോൾ അമേരിക്ക നമുക്ക് തരാനുള്ള ആയുധങ്ങളും ഈ ഹെലികോപ്റ്ററുകളും, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ അടക്കം നമുക്ക് ഏതാണ്ട് 108 എണ്ണത്തിനാണ് നമ്മൾ കരാർ വെച്ചിരിക്കുന്നത്. അതിലേണ്ട് 43 എണ്ണമോ മറ്റോ തന്നിട്ടുള്ളൂ. അതാണ് നമ്മൾ ജമ്മു കാശ്മീരിന്റെ ബോർഡറിലും മറ്റുമൊക്കെ വിന്യസിച്ചിരുന്നത്. അതിപ്പോൾ 1-1.5 മാസമായിട്ടുണ്ട്. അതിന്റെ ബാക്കി ഉള്ള 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വന്നപ്പോഴാണ് തുർക്കി അവരുടെ വ്യോമപാത അടച്ചതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് കരാർ പ്രകാരം തരണം. അപ്പൊ ആ കരാർ പ്രകാരം തരാനുള്ളതിന് ട്രംപ് ഇപ്പോൾ പച്ചക്കൊടി വീശിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അത് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലാതെ പുതിയ ആയുധക്കരാറിൽ ഒപ്പിട്ടതല്ല. ആയുധക്കരാറിൽ ഒപ്പിടണമെങ്കിൽ ലോകരാജ്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ രണ്ടുപേര് പോയി ഒപ്പിടുന്നത്. അല്ലാതെ ഇത് വീട്ടുകാര്യമല്ലല്ലോ രഹസ്യമായിട്ട് ചെയ്യാനായിട്ട്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ലോജിക്ക് ഈ വാർത്ത ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതാണ്. കാരണം ഒരു രാജ്യമാണ് പോയി കരാർ വെക്കുന്നത്. രാജ്യത്തിന് ഒരിക്കലും രഹസ്യമായിട്ട് പോയി കരാർ വെക്കാൻ കഴിയില്ല, പരസ്യമായിട്ട് തന്നെ ആയിരിക്കും. അത് വലിയ ആഘോഷമായിരിക്കും കരാർ വെക്കുക എന്ന് പറഞ്ഞാൽ. റോയിട്ടേഴ്സും BBC-യും CNN ഒക്കെ അടക്കം ഭയങ്കര ആഘോഷമായിട്ട് വമ്പൻ തലക്കെട്ടോട് കൂടിയുള്ള വാർത്തയായിരിക്കും. ഇവരവിടെ പോയി നിൽക്കുന്നതും കരാർ ഒപ്പിടുന്നതും ഒക്കെ ഒരു വലിയ സംഭവമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കണ്ടോ ഇതില്? കണ്ടില്ലല്ലോ. അപ്പൊ 93 ബില്യൺ ആയുധം ഇറക്കുമതി ചെയ്യുന്ന പഴയ കരാർ പ്രകാരമുള്ള ആയുധങ്ങൾ നമുക്ക് തരുന്നു. അതിനൊരു പെർമിഷൻ ട്രംപ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പ്രധാനമായിട്ട് ഇപ്പോൾ റഷ്യയിലേക്ക് ഈ പോയിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദക്ഷിണേഷ്യയില് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ടെൻഷൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യ ഏത് നിമിഷം കയറി അടിക്കും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ഇത് പറഞ്ഞപ്പോഴാണ്. നമ്മുടെ രാജ്യത്തെ ഈ പുൽവാമയൊക്കെ നടന്നപ്പോൾ പുൽവാമ നടന്നു, അതിനുശേഷം നമ്മുടെ ഈ പഹൽഗാം ലേറ്റസ്റ്റ് നടന്നപ്പോൾ ധനുഷ് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്യും, എന്നാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്, എന്നാണ് തയങ്ങ ഉടക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഇപ്പോഴെവിടെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റ് കാണുന്നുണ്ടോ? എവിടെങ്കിലും ഇങ്ങനെ കമന്റ് കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അറിയാവോ? നമ്മൾ അടിക്കുമെന്നുള്ളത് ഈ 140 കോടി ജനത്തിനും വിശ്വാസമുണ്ട്. അത് അവർ കൃത്യമായ സമയത്ത് അങ്ങേര് ചെയ്തോളും, ഇല്ലെങ്കിൽ നമ്മുടെ സൈന്യം ചെയ്തോളും എന്നൊരു ഉറച്ച വിശ്വാസം 140 കോടി ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ എന്ന് അടിക്കുമെന്ന് ആരും ചോദിക്കാത്തത്. ആർക്കും ടെൻഷനില്ല, കാരണം അടിക്കും നമ്മള്. അപ്പം ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. വെള്ളിയാഴ്ച വൈകിട്ടാണെങ്കിൽ 2 ദിവസം അവധി ഉണ്ടാവുമല്ലോ, അപ്പൊ ടിവിയുടെ മുമ്പിൽ കുത്തി ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ചില പ്രാർത്ഥനകൾ മാത്രമേ ഇപ്പൊ ചിലയിടത്തൊക്കെ ഉള്ളൂ, അല്ലാതെ ബാക്കി ഒന്നുമില്ല. ഇന്നലെ ഒരാൾ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്, ഇത് നടക്കുന്ന അന്ന് വേണം 2 ബോട്ടിലൊക്കെ മേടിച്ച് കുറെ കോഴിയും കപ്പയൊക്കെ ആയിട്ടിരിക്കണം. ഞാൻ ഇതിന്റെ ക്രിക്കറ്റ് കളി വല്ലതാണ്, ഇത് യുദ്ധമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇതിന്റെ ഒരു വശം ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. അപ്പോഴേക്കും ഇന്ത്യ അവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു, സിറിയയും തുർക്കിയും പാകിസ്ഥാനും അടക്കം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത്. അത് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ലോകരാജ്യങ്ങൾ. ഇതിനു മുൻപും നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളൊരു അടി ഉണ്ടാക്കുന്നത് എവിടെയും. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം നമ്മുടെ ഒപ്പം നിന്നത്, നമ്മൾ പറയുന്നതിൽ ന്യായമുണ്ട് എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഇവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ പിറ്റേ ദിവസം പോയി അടിക്കുന്ന ഒരു പരിപാടിയില്ല. എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിയിക്കുകയാണ് നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത്.
അതിനുശേഷം മാത്രമാണ് നമ്മൾ ഒരു സംഘർഷത്തിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ പോകാറുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം റഷ്യയിൽ നിന്ന് നമ്മൾ പോകുന്നു. ഇനി ഇവിടെ നിർണായകമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചൈന അന്തർവാഹിനി കൊടുത്തതാണ് മറ്റൊരു വാർത്ത എല്ലാവരും പൊലിപ്പിച്ചുകൊണ്ടിരുന്നത്. ചൈന എന്തിനാണ് അന്തർവാഹിനി കൊടുത്തത്? ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറുണ്ട്. 12 അന്തർവാഹിനിയുടെ കരാറാണ്. അതിൽ 8 അന്തർവാഹിനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തിന് മുൻപ് തന്നെ, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ ചൈന പാകിസ്ഥാന് നൽകേണ്ടതായിരുന്നു. പക്ഷെ നൽകിയില്ല. ആകെ കൊടുത്തത് 2 അന്തർവാഹിനികളാണ്. അന്ന് പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾക്ക് തരേണ്ട 8 അന്തർവാഹിനികൾ നിങ്ങൾ 2 തന്നിട്ടുള്ളൂ, ബാക്കി തരണമെന്ന് പറഞ്ഞു. ആ ബാക്കി ബാലൻസ് ഉള്ളതാണ് ഓരോന്നും 2 വെച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. അതിനകത്ത് അതുകൊണ്ടാണ് നമ്മുടെ നാവികസേന വാർത്ത വരുന്നുണ്ട്. ഈ ചൈനീസ് കമ്പനികൾക്ക് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുമ്പോൾ ചൈനയോട് കൂടുതൽ അകലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈനീസ് കമ്പനികളെ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാനിൽ അവർ ഭീഷണിപ്പെടുത്തുക ഉണ്ടെന്നുള്ളത് മാത്രമല്ല, പണി നിർത്തി പൊക്കോളാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ അന്തർവാഹിനിയുടെ വാർത്ത വരുന്നത്. അപ്പൊ 2 വാർത്തയും പരസ്പരം വായിക്കുമ്പോൾ വലിയൊരു വിരോധാഭാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ വിരോധാഭാസമാണ് ഞാനിപ്പോ ക്ലിയർ ചെയ്ത് തന്നത്. അന്തർവാഹിനി കൊടുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കരാർ പ്രകാരമുള്ള, ഇപ്പൊ അമേരിക്ക നമുക്ക് ആയുധം തരുന്നില്ലേ, അത് നേരത്തെ ഉണ്ടായിരുന്ന കരാറാണ്. നേരത്തെ കരാർ ഒപ്പിട്ട് പൈസ കൊടുത്തതെന്ന് സാധനമാണ്. അത് തരണ്ടേ പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞാൽ? അല്ല, തോന്നുന്നതൊക്കെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ 12 അന്തർവാഹിനികൾ കരാർ പാകിസ്ഥാനും ചൈനയും തമ്മിൽ വെച്ചിട്ടുണ്ട്. ആ അന്തർവാഹിനി 2 മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി അന്തർവാഹിനികൾ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന അന്തർവാഹിനി ഡീൽ. അല്ലാതെ പുതിയ ഡീൽ അല്ലത്. അതായത് നേരത്തെ ഒപ്പിട്ട് അതിന്റെ തുകയും കുറച്ച് അടച്ചിട്ടുള്ളതാണ്. അപ്പം തുക അങ്ങനെ ഒറ്റയടിക്കല്ലല്ലോ ഫുൾ അടയ്ക്കുന്നത്, ഘട്ടം ഘട്ടമായിട്ട്. ആ സാധനമാണ് ഇവിടെ കൊടുത്തത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കരാർ പ്രകാരം ചൈന കൊടുത്തേ പറ്റൂ. അതിന് നാളെ ഇവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞാലും കൊടുത്തേ പറ്റൂ. കാരണം ഇത് ഇങ്ങനെയാണ്, ഇല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇനി പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കാരണം ചൈനയോട് ആക്രമിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അവിടെ കിടന്നു കഴിഞ്ഞിട്ട് ഈ ചീത്തയാകുന്നു കാണുമ്പോഴത്തേനും ചൈനയ്ക്ക് എടുത്ത് അത് അമേരിക്ക അങ്ങനെ തന്നെയാണ്. അവരുടെ പിന്നെ ഫസ്റ്റ് സാധനമല്ല. അമേരിക്കയിലും ആക്രി സാധനം വരുമ്പോഴത്തേനും അത് തൂക്കി പാകിസ്ഥാന് കൊടുക്കും. കിട്ടിയെന്ന് എന്താ കിട്ടിയെന്ന് വെച്ചാൽ അത് മതി, ലാഭമാണ്. അപ്പം അവിടെ ചൈനീസ് കമ്പനികളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്, ആ ഉത്പാദനത്തിന്റെ കണക്ക് ഞങ്ങൾക്ക് വേണം. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, മുമ്പ് ചൈനീസ് കമ്പനികൾ അവിടെ റെയർ മെറ്റൽസും കാന്തവും ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. നിങ്ങൾ ഇവിടെ എത്ര ഉത്പാദിപ്പിക്കുന്നുണ്ട്, എത്ര കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതിന്റെ കൃത്യമായ ഡേറ്റാസ് ഞങ്ങളെ എല്ലാ ദിവസവും ഞങ്ങളെ അറിയിക്കണം, എല്ലാ മാസവും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. അതിന് സമാനമായിട്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞത്, ഈ ചൈനീസ് കമ്പനികൾ എന്താണ് ഉത്പാദിപ്പിക്കുന്നത്, ആ ഉത്പാദനത്തിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ പണി നിർത്തി പൊക്കളാനാണ് പറഞ്ഞത്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ അകന്നു കഴിഞ്ഞിട്ട് നാളുകളേറെയായി, അവരുടെ അകച്ചു കൂടിയിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വമ്പൻ അടിക്കാണ് ഒരുങ്ങുന്നത്. ആ വമ്പൻ അടിക്ക് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈനയെ വിശ്വാസത്തിലെടുത്തേ പറ്റൂ. ഈ RIC എന്ന് പറയുന്ന ഒരു സഖ്യം, ആ സഖ്യത്തിന്റെ വലിയേട്ടൻ ഇല്ലെങ്കിൽ നടുന്തൂൺ എന്ന് പറയുന്ന കക്ഷി, നെടുതൂൺ എന്ന് പറയുന്ന കക്ഷി റഷ്യയാണ്. അപ്പൊ റഷ്യയും നിന്നിട്ടാണ് ഈ രണ്ടുപേരെ, ഇന്ത്യയും ചൈനയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ആ അച്ചുതണ്ടിന്റെ ഒരു പ്രേരക ശക്തി ഇല്ലെങ്കിൽ ചാലക ശക്തി എന്ന് പറയുന്നത് ശ്രീമാൻ പുടിൻ തന്നെയാണ്. അപ്പൊ പുടിൻ വരുന്നതും എസ് ജയശങ്കർ പോയതുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ചൈനയെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇന്ത്യ നടത്താൻ പോകുന്ന ഒരു വലിയ നീക്കത്തിന് പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നോ നാളെയൊക്കെ തുടങ്ങാനുള്ള സാധ്യത പോലെയാണ് നിൽക്കുന്നത്. കാരണം ഇന്നലെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഒരു 23 തെഹ്രിക്കെ താലിബാനെ കൊന്നിട്ടുണ്ട്. തെഹ്രിക്കെ താലിബാൻ എന്ന് പറഞ്ഞാൽ ഈ താലിബാന്റെ ബ്രാഞ്ചാണ് അവർ. അതിനകത്ത് ഭീകരന്മാരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ താലിബാൻ അതിന് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനി എപ്പോഴാണ് അവർ പ്രതികരിക്കുന്നതെന്നും അറിയില്ല. അങ്ങനെ അവര് പോയി കഴിഞ്ഞാലും, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാലും റഷ്യ, ചൈന, ഇന്ത്യക്ക് വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ല, കാഴ്ചക്കാരായിരിക്കാൻ കഴിയില്ല. അവർക്ക് പരോക്ഷമായിട്ടെങ്കിലും സഹായത്തിന് എത്തിയേ പറ്റൂ. അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. ഇന്ത്യ ഒരു വലിയ തിരിച്ചടി കൊടുക്കും. ആ തിരിച്ചടി കൊടുക്കുന്ന സമയത്തും ഈ മൂവർ സഖ്യം ഒന്നിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ ചൈനയും ജപ്പാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള തർക്കം മുറുകുകയാണ്. ചൈനയും തായ്വാനിലേക്ക് കൂടുതൽ വാർഷിപ്പുകൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ചൈനയും ഒരു അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പുടിനുമായിട്ട് ട്രംപ് ഒരു കരാർ ഉണ്ടാക്കിയായിരുന്നു, ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുണ്ട്. ആ കരാറ് വന്നപ്പോൾ തന്നെ അത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് എന്തൊരു കരാറാണ്. റഷ്യ ക്യാപ്ചർ ചെയ്ത എല്ലാ പ്രദേശവും, ഡോൺബാസ് ഉൾപ്പെടെ, ഡോൺബാസ് അവർ പിടിച്ചിട്ടില്ല പൂർണ്ണമായിട്ട്, ഡോൺബാസ് ഉൾപ്പെടെ റഷ്യ, ഡൊണസ്ക് ഉൾപ്പെടെ റഷ്യക്ക് നൽകിക്കൊണ്ട് ഒരു കരാറ്. അതായത് റഷ്യ അവരുടെ ആവശ്യം അതാണ് ഇത്രയും. പിന്നെ രണ്ടാമത്തേത്, പിന്നെ റഷ്യൻ ഭാഷ അംഗീകരിക്കും. 28 കരാർ. അതായത് രണ്ടാമത് റഷ്യൻ ഭാഷ അംഗീകരിക്കും ഉക്രൈൻ. അതിൽ അത് ഒക്കെ അതും പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ഉക്രൈന്റെ സൈനിക ബലം കുറയ്ക്കുക.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ഈ സെലൻസ്കിയും പുടിനും തമ്മിൽ എന്തിനായിരുന്നു ഇത്രയും നാള് അടി നടന്നത്? ഇതൊക്കെ കൊടുക്കാനായിരുന്നെങ്കിൽ ഈ സെലൻസ്കി ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഉക്രൈനിലെ ജനത്തിനെ കൊല്ലിക്കേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നത്. അന്ന് ഇത്രയും സ്ഥലവും ചോദിച്ചിട്ടില്ല റഷ്യയോട് ചേർന്ന് നടക്കുന്ന ബോർഡറാണ് ചോദിച്ചത്. പിന്നെ അവർ പറഞ്ഞ ഒരു ഡിമാൻഡ്, വിദേശ ശക്തികളെ കയറ്റാൻ പറ്റില്ല, നിങ്ങൾ നാറ്റോയിലും കീറ്റോയിലൊന്നും പോകാൻ പറ്റില്ല എന്നാണ്. ഈ ഡിമാൻഡ് തന്നെയാണ് ഈ കരാറിൽ ഉടനീളം പറയുന്നത്. അതായത് ഇന്ന് സെലൻസ്കിയുടെ പുതിയ പ്രസ്താവനയുണ്ട്, ഞങ്ങൾ ഇത് അംഗീകരിക്കത്തില്ലെന്നും പറഞ്ഞിട്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദക്ഷിണേഷ്യയിൽ ഒരു വലിയ പണി നടക്കാൻ പോകുന്നു. അതിനു മുമ്പ് അമേരിക്കയെ സംബന്ധിച്ച് റഷ്യ ഉക്രൈൻ വാറിന് ഒരു ചെറിയ വെടിനിർത്തെങ്കിലും ഉണ്ടായേ പറ്റൂ, ഇല്ലെങ്കിൽ പണി മൊത്തത്തിൽ പാളിപ്പോകും. കാരണം ട്രംപ് ഒരു സമാധാന ദൂതനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടി നടക്കാൻ കഴിയില്ല. ഇപ്പൊ എവിടെയൊക്കെ ഒരിടത്തുനിന്ന് ഒതുക്കി വെച്ചിട്ടില്ലേ ഇങ്ങോട്ട് വരാൻ കഴിയത്തുള്ളൂ. അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഡിസംബർ മാസം പുടിന്റെ ഈ സന്ദർശനം വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഒരുപക്ഷെ പുടിൻ വന്നു മടങ്ങിയതിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നോ ഒക്കെ വലിയൊരു നീക്കം പാകിസ്ഥാന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിനിടയിൽ കേട്ട മറ്റൊരു വാർത്ത, ഇന്നലെ ഒരു UK ഷിപ്പിന്, ഒരു ചാര കപ്പലിന് നേർക്ക് റഷ്യ ലേസർ ആയുധം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. ചാരക്കപ്പലല്ല, UK ഫ്ലൈറ്റ്, യുദ്ധ വിമാനം. ഈ റഷ്യയുടെ യാന്തർ അന്തർവാഹിനി അവിടെ ഡോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡോക്ക് ചെയ്യുമ്പോൾ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം 2-3 ഫ്ലൈറ്റുകൾ ഇറക്കി UK. അങ്ങനെ ഫ്ലൈറ്റുകൾ ഇറക്കിയപ്പോൾ ലേസർ ബീം ഉപയോഗിച്ച് ആ ഫ്ലൈറ്റുകളെ താഴെ ഇറക്കി റഷ്യ. അപ്പോൾ അങ്ങനെ താഴെ ഇറക്കിയപ്പോൾ അത് UKക്ക് വലിയ നാണക്കേടായി പോയി. അപ്പോൾ അവര് ഞങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കുമെന്ന് പറഞ്ഞ് രംഗത്തുണ്ട്. പക്ഷെ ഒന്നും നടക്കാൻ, അവർ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് അവർ ആക്രമിക്കുന്നില്ല. അപ്പൊ അതും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷങ്ങളൊക്കെ രൂപപ്പെട്ട് വരികയാണ് പലയിടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്.